വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഹെയർ കളറിങ്ങിനെ പറ്റി എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോളാൻ പറഞ്ഞിട്ട് 55 കമന്റ്സ് ആ പോസ്റ്റിന്റെ താഴത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. നിങ്ങൾ സൂപ്പറാണ്, നമ്മുടെ ഫാം അടിപൊളിയാണ്, അത്ര സപ്പോർട്ടായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഹെയർ കളറിങ്ങിനെ പറ്റിയിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം. ഞാൻ ഇത്ര നാളും ഹെയർ കളർ എക്സ്പീരിയൻസ് ചെയ്തതും പിന്നെ ഞാൻ അറിഞ്ഞതും വായിച്ചറിഞ്ഞതും അനുഭവമുള്ള കാര്യങ്ങളും എല്ലാം കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ടൈം ലിമിറ്റ് ഉണ്ട് ഫ്രണ്ട്സ്, കുറച്ച് നേരം ഉള്ളൂ. നിങ്ങൾ 55 ക്വസ്റ്റ്യൻ എനിക്ക് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റും എന്നറിയില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ പാർട്ട് 2 ആയിട്ട് പിന്നെ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരാൻ പോവുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് കാണാൻ നേരത്തെ ഫസ്റ്റ് വന്ന് മിസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പൊ നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. ഫ്രണ്ട്സ്, അപ്പൊ ഈ ഒരു പോസ്റ്റിന്റെ താഴത്താണ് ഞാൻ നിങ്ങൾക്ക് കമന്റ് ഹെയർ കളറിങ്ങിനെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. ഇത് ഞാൻ ഹെയർ കളർ ചെയ്ത സമയത്ത് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഹെയർ കളറിങ് വീഡിയോയുടെ ചേച്ചി എന്താ മുടി കാണിക്കാണ്ടിരിക്കുന്നതെന്ന്. നല്ല ചൂടാണ് ഫ്രണ്ട്സ്, ഇത് ഉരുകിക്കൊണ്ടിരിക്കുക. ഫാനും കൂടി ഓഫ് ചെയ്തേക്കാണ്. അപ്പം ഇത്തിരി ആശ്വാസത്തിന് വേണ്ടിയാണ് മുടി പൊക്കത്തേക്ക് കെട്ടിവെച്ചിട്ടിരിക്കുന്നത്. അപ്പൊ ഇനി കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഉള്ള ആൻസേഴ്സ് ഒക്കെ തരാലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാർവതി അജിത്ത് എന്ന് പറയുന്ന കുട്ടിയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കുട്ടിയാണോ ചേച്ചിയാണോ ഒന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ പേരാണ് പറയുന്നത്. അപ്പൊ പാർവതി അജിത്താണ് നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറൽ കളർ പിന്നീട് വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെയർ കളർ പെർമനന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ നാച്ചുറൽ കളർ പിന്നെ വരില്ല. അതിപ്പോ നമ്മളെ ഹെയറിന്റെ താഴത്തേക്കാണ് കളർ ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ മുടി വളരുന്നതനുസരിച്ച് അത് താഴത്തേക്ക് പോകും. പിന്നെ അത് വെട്ടിക്കളറിനനുസരിച്ചിട്ട് നമ്മൾ ട്രിം ചെയ്യണം കേട്ടോ. 3 മാസം കൂടുമ്പോൾ മുടി ട്രിം ചെയ്ത് കൊടുക്കണം, 1 ഇഞ്ചെങ്കിലും. അപ്പോൾ അങ്ങനെ ട്രിം ചെയ്ത് പോകുമ്പോഴത്തേക്കും ആ കളർ ഇങ്ങനെ താഴ്ത്തു പോകും. അല്ലാണ്ട് പെർമനന്റ് ആയിട്ട് ഹെയർ കളർ ചെയ്താൽ പിന്നെ ആ മുടിയുടെ കളർ പിന്നെ വരില്ല. അത് പിന്നെ അല്ലെങ്കിൽ ടെമ്പററി ആയിരിക്കണം ചെയ്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അത് വാഷ് ചെയ്യുമ്പോഴത്തേക്കും പോകും. പെർമനന്റ് ആണെങ്കിൽ ഒരിക്കലും ഹെയർ കളർ പിന്നെ തിരിച്ചു വരില്ല. ഡസ്കി സ്കിന്നിന് ഏറ്റവും സ്യൂട്ട് ആകുന്ന ഹെയർ കളർ ഏതാണ് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ? ഏറ്റവും നല്ലത് ഡസ്കി ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് ഏറ്റവും നല്ലത് ബെലയാഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ബ്രൗൺ വെച്ചിട്ടൊരു ഷെയ്ഡാണ്. പല ടൈപ്പ് ബ്രൗൺസ് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ബെലയാഞ്ച്. ആ ഒരു ഇത് നല്ലതായിരിക്കും ഡസ്കി സ്കിൻ ടോണിന്. പിന്നെ അപർണ സന്തോഷ് ചോദിച്ചിട്ടുണ്ട്, ഫെയർ സ്കിൻ ടോണിന് ചേരുന്ന ഹെയർ കളർ പറയാമോ? ബ്ലോണ്ട് നല്ലതാണ്. അതായത് ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു കളറാണ്, ലൈറ്റ് കളറാണ്. ഇപ്പൊ ബ്രൗണിൽ തന്നെ ആണെങ്കിലും ലൈറ്റ് ബ്രൗൺസ് ഒക്കെ വേണമെങ്കിൽ ഫെയർ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ടോണി കൊച്ച് ചോദിച്ചിട്ടുണ്ട്, നൈസ് ഹെയർ കട്ട് ആൻഡ് നൈസ്. താങ്ക് യു സോ മച്ച്. പിന്നെ അടുത്തത് ശ്രീദേവിയാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ വീട്ടിൽ കളർ ചെയ്യുവാണെങ്കിൽ ഏതാണ് ഏറ്റവും നല്ല ബ്രാൻഡ് ചേച്ചി വാങ്ങാൻ? എടാ, ഞാൻ ഒരിക്കലും പറയില്ല വീട്ടിൽ ഹെയർ കളർ ചെയ്യാനായിട്ട്. ഏറ്റവും നല്ലത് നമ്മൾ ഒരു പാർലറിൽ പോയി ഒരു നല്ലൊരു എക്സ്പേർട്ടിന്റെ അടുത്ത് പോയി ചെയ്യുന്നതാണ്. നമ്മൾ ഹെയർ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. അവിടെ ഇവിടെയും തോണ്ടി വെച്ചേക്കണ പോലെ ഇരിക്കും ഹെയർ. മൊത്തത്തിലൊരു ഫിനിഷ് ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും നമ്മളൊരു സലൂണിൽ പോയി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇനി സൈഡ് എഫക്ട്സ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും കെമിക്കലിനോട് ഭയങ്കരമായിട്ട് അലർജറ്റിക് ആണ്, സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യണം, നല്ലതാണ്. ജസ്റ്റ് ഒന്നിട്ട് ചെവിയുടെ പുറകിലോ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ആ ഒരു കളറിന്റെ ഇത്തിരി എടുത്തിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് ഹെയർ കളർ ഭയങ്കര അലർജറ്റിക് ആയിട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർ പൊതുവെ കളർ ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഫുഡ് ഫോട്ടോ വാക്ക് ചേട്ടൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എനിക്ക് ഈ മഴവില്ലിന്റെ എല്ലാ കളറും ചെയ്യണമെന്ന് ഉണ്ട്, പറ്റുമോന്ന്? നമ്മുടെ ഹെയർ ആണ്, നമുക്ക് ഇഷ്ടമുള്ള എന്ത് കളർ വേണമെങ്കിലും ചെയ്യാം, എന്ത് പാറ്റേൺ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ചേട്ടനൊരു ചാനലുണ്ട് കേട്ടോ, ഫുഡ് ഫോട്ടോ വാക്ക് എന്നാണ്. അപ്പൊ നിങ്ങൾ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ട്രൈ ചെയ്യുക. ഫോട്ടോഗ്രാഫി ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ചാനലാണ്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നിങ്ങൾ. പിന്നെ ഹാപ്പി ഫോർ യു എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്, ബോത്ത് ട്രഡീഷണൽ ആൻഡ് കാഷ്വൽ ലുക്കിന് പറ്റിയ ഹെയർ കളർ ഷെയ്ഡ്സ് ഏതൊക്കെയാണ്? ബ്രൗൺസിൽ തന്നെ കോഫി ബ്രൗൺ, അങ്ങനെ പല ടൈപ്പ് ബ്രൗൺസ് ഉണ്ട്. ബ്രൗൺസ് ആണെങ്കിൽ കൂടുതലും നല്ലതായിരിക്കും, നമ്മുടെ ഒരു കാഷ്വലിനും ട്രഡീഷണൽ ലുക്കിനും ഒരുപോലെ പോകും ബ്രൗൺ കളർ. അപ്പൊ അത് നല്ലതായിരിക്കും. ബ്രൗണിന്റെ പല ഡിഫറെന്റ് ടൈപ്പ് ഷെയ്ഡ്സ് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ദീപിക സുധീർ എന്ന് പറയുന്ന ആള് ചോദിച്ചിട്ടുണ്ട്, ഷാരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ കളറിംഗ് ഉണ്ടോ, ഹോം റെമഡീസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് ഞാൻ ചെയ്യുന്നത് ചിലവരൊക്കെ ചെയ്യണം കണ്ടിട്ടുണ്ട്, ഈ ബീട്രൂട്ടൊക്കെ വെച്ചിട്ട്. പക്ഷെ നമ്മൾ ഹെയർ കളറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത് എപ്പോഴും കെമിക്കൽ തന്നെയാണ് നമ്മുടെ ഹെയറിൽ കളർ പിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോ അങ്ങനെ ചെയ്യുന്നവരുണ്ടാകും ചിലപ്പോൾ ബീട്രൂട്ടൊക്കെ വെച്ചിട്ട്. അതൊക്കെ ടെമ്പററി ആയിരിക്കും. പെർമനന്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് നാച്ചുറൽ സാധനങ്ങൾ വെച്ചിട്ട് ഹെയർ കളർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ചിക്കു 143 പറഞ്ഞിട്ട് ഒരു യൂസർ നമുക്ക് അയച്ചിട്ടുണ്ട്,
ഹെയർ കളർ ചെയ്തിട്ട് മുടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹെയർ കളർ ചെയ്യാൻ നേരത്തെ നമ്മൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഏറ്റവും അത്യാവശ്യമാണ്. ഇപ്പൊ ഹെയർ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഡ്രൈ ആക്കും ഹെയർ. അപ്പൊ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഉള്ള പോസ്റ്റ് കെയറിങ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ അതിന് പറ്റിയിട്ടുള്ള സ്പാ ചെയ്ത് കൊടുക്കുക, മാസത്തിൽ ഒരു പ്രാവശ്യം സ്പാ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ഡ്രൈ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഷാമ്പൂ, കണ്ടീഷണർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ റെമഡീസ് കൊണ്ട് നമുക്ക് നല്ലതാണ്. ഹെയർ അത്യാവശ്യം ഒരു കംപ്ലൈന്റ് ഒന്നും ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റും. മുടി കളർ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടിയുടെ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നെക്സ്റ്റ് യൂസർ ആണ് കേട്ടോ, ഷീബ കുരുടമണ്ണിൽ. പേര് കൊള്ളട്ടെ, വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പൊ ആള് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹെയർ കളർ ചെയ്തിട്ട് പിന്നീട് അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൺസ് നമ്മൾ പെർമനന്റ് ആയിട്ട് ഹെയർ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് റിമൂവ് ചെയ്യണമെങ്കിൽ മുടി വെട്ടിക്കളയണം, അല്ലാണ്ട് അത് പോവില്ല കളർ. ഇപ്പൊ ബ്രൗൺ ഒക്കെ ആണെങ്കിൽ അത് ലൈറ്റ് ആയിട്ട് വരും. നമ്മുടെ ഉദ്ദേശിച്ച ഷെയ്ഡിനെക്കാളും ഓരോ വാഷ് കഴിയുമ്പോഴത്തേക്കും കളർ പോകും. പക്ഷെ എന്നാലും അത് മുഴുവനായിട്ട് നമുക്ക് മുടിന്ന് കളയാൻ പറ്റില്ല, അതിന് മുടി വെട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് അഭിരാമിയാണ് ചോദിച്ചിരിക്കുന്നത്, അഭിരാമി പ്രദീപാണ് ചോദിച്ചിരിക്കുന്നത്. കളർ ചെയ്താൽ എത്ര ഡേ അത് ഹെയറിൽ നിൽക്കും എന്നാ പറയുന്നത്. ആ മുടി വെട്ടിക്കളയുന്ന വരെ അത് ഹെയറിൽ ഉണ്ടാവും. നെക്സ്റ്റ് അമൃത കെ മോഹനാണ് ചോദിച്ചിരിക്കുന്നത്, ഹെയർ കളർ ചെയ്താൽ ഹെയർ വല്ലാതെ ഡ്രൈ ആവുമെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ, എന്തെങ്കിലും റെമഡി ഉണ്ടോ എന്നാ ചോദിച്ചിരിക്കുന്നത്. ശരിയാണ്, ഹെയർ ഡ്രൈ ആവും നന്നായിട്ട്. നമ്മളിപ്പം ഉദ്ദേശിക്കുന്ന കളർ, നമ്മളിപ്പോ ഒരു ഗ്രീൻ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ പെർഫെക്റ്റ് കളർ കിട്ടണമെങ്കിൽ മുടി ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറ്റും. നമ്മുടെ ഒരു ബ്ലീച്ച് പോലത്തെ, ബ്ലീച്ച് അല്ല പെർഫെക്റ്റ്, ഒരു പ്രിലിമിനറി സ്റ്റെപ്പായിട്ട് അത് ബ്ലീച്ച് പോലത്തെ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് പിന്നാണ് നമ്മുടെ ഹെയർ കളർ ചെയ്യുന്നത്. നിങ്ങൾ എന്റെ കളറിംഗ് വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് ചെയ്യാം കേട്ടോ, അതിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബ്ലീച്ച് ആ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ട് പിന്നെ ഹെയർ കളർ ചെയ്യുന്നതുകൊണ്ടിട്ട് മുടി നന്നായിട്ട് ഡ്രൈ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന്റെ റെമഡീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്പാ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി, നന്നായിട്ട് തന്നെ ആ ഒരു ഡ്രൈനെസ് മാറും. പിന്നെ നമ്മൾ ഈ ഏത്തപ്പഴം മിക്സിയിൽ അടിച്ചിട്ട് മുടിയിലിടുന്നത്, പിന്നെ എഗ് വൈറ്റ് മുടിയിലിടുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അടുത്ത ചോദിച്ചിരിക്കുന്നത് വിദുഷ അഭിലാഷ് ആണ്. ഹെയർ ഡാമേജ് ആവുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ, ഹെയർ എങ്ങനെ വേണം എന്നുള്ളത് കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ അച്ചു ചോദിച്ചിട്ടുണ്ട്, കളർ ചെയ്ത പാർട്ട് വല്ലാണ്ട് ഡ്രൈ ആകുമോ, കളറിങ്ങിന് ശേഷം ഹെയർ ഓയിൽ യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചേക്കണം. ഹെയർ ഡ്രൈ ആകും. നിങ്ങൾ കുറെ പേര് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്, ഹെയർ ഡ്രൈ ആവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹെയർ ഡ്രൈ ആവും. നമ്മൾ അതുപോലെ മുടി കെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രൈനെസ് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ഓയിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഹെയർ നമ്മുടെ സ്കാൽപ്പിന് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഹെയർ ഓയിലിംഗ് എന്നുള്ളത്. അപ്പൊ ഹെയറിൽ ഓയിൽ തേച്ച് കുറച്ച് നേരം വെച്ചിട്ട് വേണം നമ്മളത് ഷാമ്പൂ ഇട്ട് കളയാൻ വേണ്ടി. ഓയിലും വെച്ചോണ്ട് ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങരുത്, ഡസ്റ്റ് വന്നിട്ട് അബ്സോർബ് ചെയ്യും, മുടി ഒന്നുകൂടി ഡ്രൈ ആക്കും. അപ്പൊ പിന്നെ ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഹൃദ്യ പ്രദീപാണ്. ആള് നല്ല സപ്പോർട്ടാണ് കേട്ടോ. കഴിഞ്ഞ Q&A വീഡിയോയ്ക്ക് ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹൃദ്യ പ്രദീപാണ് ചോദിച്ചിരിക്കുന്നത്, ചേച്ചി ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യും, മുടി വേഗം പൊട്ടി പോകുമെന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, മുടി ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് കളർ ചെയ്ത ഹെയർ നമ്മൾ ഈ ഫേസ് പാക്ക് ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് സ്മൂത്തൻ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ആതിര ത്യാഗരാജാണ് ചോദിച്ചിരിക്കുന്നത്, ഫ്രം റൂട്ട് കളർ ചെയ്തത് ഹാംഫുൾ ആണോ? കൂടുതൽ നമ്മൾ ഈ ഒരു സ്കാൽപ്പിന്റെ റൂട്ട്സിൽ നിന്ന് തന്നെ തുടങ്ങാണ്ട് ഇത്തിരി ഒന്ന് വിട്ടിട്ട് ചെയ്യണമായിരിക്കും നല്ലത്. നമ്മുടെ മുടി അത്ര നല്ലതല്ല, കെമിക്കലാണ് എത്രയായാലും. അപ്പൊ ഒരു ഇത്തിരി ലെങ്ത് വിട്ടിട്ട് ചെയ്തു തുടങ്ങണമായിരിക്കട്ടെ ഏറ്റവും നല്ലത്. പിന്നെ ചിപ്പി മോഹൻദാസ് ചോദിച്ചിട്ടുണ്ട്, ഹെയർ കളർ ചെയ്ത് കുറെ ഡേയ്സ് കഴിഞ്ഞാൽ ഹെയർ ഭയങ്കര ഡ്രൈ ആൻഡ് സ്പ്ലിറ്റൻസ് വരുവാ ചേച്ചി, വാട്ട് ദ റീസൺ ആൻഡ് എനി സൊല്യൂഷൻ? നമ്മള് ഹെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഹെയർ നന്നായിട്ട് തന്നെ കെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഇപ്പൊ സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ നീ അത് നന്നായിട്ട് ട്രിം ചെയ്ത് കൊടുക്കുക, അറ്റമൊക്കെ ഒന്ന്. പിന്നെ ഡ്രൈ ആവുകയാണെങ്കിൽ നല്ല ഒരു കണ്ടീഷണറും ഷാമ്പൂവും മേടിച്ച് ആ ഒരു ഡ്രൈനെസ് നമുക്കൊരു പരിധി വരെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ റെമഡി ആയിട്ട് മുട്ടയുടെ വെള്ളം വളരെ നല്ലതാണ് മുടി സ്മൂത്തൻ ചെയ്യാനായിട്ട്. അപ്പൊ അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്ക്, നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ അടുത്ത ചോദിച്ചിരിക്കുന്നത് ലെറ്റ്സ് ടോക്ക് അബൌട്ട് എന്ന് പറഞ്ഞിട്ട് യൂസറാണ്. ഹായ് ശരണ്യ, ഐ ആം ലക്ഷ്മി സനൽകുമാർ. ഹായ് ലക്ഷ്മി, മൈ ക്വസ്റ്റ്യൻ ഈസ്, ശരണ്യെ പോലെ കളർ ഹെയർ ഉള്ളവർ പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ ചില ആൾക്കാർ നോട്ടം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഹൗ ഡു യു മാനേജ് ഇറ്റ്? ഇപ്പൊ നമ്മൾ അത്യാവശ്യം പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ ശരിയാണ്, ഈ പച്ച നീല മഞ്ഞ കളറാണ് ഞാൻ അടിച്ചേക്കുന്ന തലയില്. അപ്പൊ എല്ലാവരും നോക്കും, വല്ലാണ്ട് നോക്കും, എന്താണ് ഇതിപ്പോ ഇങ്ങനത്തെ കളർ നോക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, വന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ കളർ ചിലർക്ക് ഇഷ്ടപ്പെട്ട് ചോദിക്കും കേട്ടോ, എങ്ങനെയുണ്ട്, എവിടെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട്, മുടിക്ക് വല്ല കുഴപ്പമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ
വൾഗറായിട്ട് നമ്മൾ അത്യാവശ്യം പ്രായമായിട്ടുള്ള ആന്റിമാരൊക്കെ നോക്കും, ഈ കൊച്ചെന്ത് ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള രീതിക്കൊക്കെ നോക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്ത ആൾ ചോദിച്ചിരിക്കുന്ന സ്നേഹ സജീവാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ചേച്ചി ചെയ്തേക്കുന്ന ഹെയർ സ്റ്റൈലിന്റെ നെയിം എന്താ ആൻഡ് ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ്? ഞാൻ ചെയ്തേക്കുന്നത് രണ്ട് മിക്സ് കളേഴ്സ് ആണ്. ഒരെണ്ണം കോപ്പർ ബ്രൗണും പിന്നെ ഒരെണ്ണം ഒരു ഗ്രീനും ബ്ലൂവും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ഹെയർ ഫോർവേഡ് ലെയേഴ്സ് ആണ് വെട്ടിയിരിക്കുന്നത്. ഫോർവേഡ് ലെയേഴ്സ് വെട്ടിയിട്ടാണ് ഞാൻ ഈ കളർ ചെയ്തേക്കുന്നത്. എനിക്ക് അത്യാവശ്യം കോസ്റ്റ് ആയി വെച്ചിട്ട് ഹെയറിന് ലെങ്ത് ഉണ്ട്. നമ്മുടെ ലെങ്ത് ഒക്കെ അനുസരിച്ച് നമ്മളുടെ ഹെയർ കട്ടിന്റെയും അതുപോലെ തന്നെ ഹെയർ കളറിങ്ങിന്റെയും കോസ്റ്റ് മാറും. അപ്പൊ എനിക്ക് ചെയ്യാനായിട്ട് ഒരു 4000 റുപ്പീസ് ആണ് ആയത്. ഹെയർ കട്ടിങ്ങും കളറിങ്ങും കൂടി ഏകദേശം ഒരു 4 മണിക്കൂർ എടുത്തു ഇത്രയും ഈ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, ഗ്രീനൊക്കെ ആയതുകൊണ്ടിട്ട് ഇത്തിരി കൂടി നമ്മള് സ്റ്റെപ്സ് കൂടുതലാണ്, അതുകൊണ്ടിട്ട് ഇത്തിരി കൂടി ടൈം എടുത്തു ചെയ്യാനായിട്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് സൂപ്പർ ചേച്ചിക്കുട്ടി കെമിക്കൽ കുറവുള്ള ലോങ് ലാസ്റ്റിംഗ് ഹെയർ കളർ കാണിക്കണേ. എടാ, നമ്മുടെ ഹെയറിന് നമ്മൾ ഉദ്ദേശിച്ച കളർ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും കെമിക്കൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം. പിന്നെ കെമിക്കൽ കുറഞ്ഞ ഹെയർ കളർ എന്ന് പറയാനായിട്ട് എല്ലാത്തിലും കണ്ടന്റ് അമോണിയം കാര്യങ്ങളും എല്ലാ കെമിക്കൽസും എല്ലാ ഹെയർ കളറിലും ഉണ്ട്. പെർമനന്റ് ആയിട്ട് ചെയ്യണം എന്ന് തോന്നുന്ന എല്ലാ ഹെയർ കളറിലും കെമിക്കൽ കണ്ടന്റ് ഉണ്ട്. അതില്ലാത്ത ഹെയർ കളർ എനിക്കറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഹെയർ കളർ. പിന്നെ ഹെയർ ഒരു തവണ കളർ ചെയ്താൽ എന്തെങ്കിലും എത്ര കാലം ലാസ്റ്റ് ചെയ്യും? മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുമോ? മുടി ഹെയർ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കണ നാള് വരെ ഹെയർ കളർ മുടി തന്നെ ഉണ്ടാവും, പക്ഷെ അത് ഗ്രാജുവലി ഫെയ്ഡ് ആവും. നമ്മളിപ്പോ ആദ്യം ഹെയർ കളർ ചെയ്യുന്നതായിരിക്കില്ല, പിന്നീട് അങ്ങോട്ട് വരുന്ന കളർ ഓരോ വാഷിലും നമ്മളുടെ ആ ഒരു കളർ കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന് വേണ്ടി നിങ്ങൾ ഈ ഹെയർ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ കളർ പ്രൊട്ടക്റ്റൻ ഷാമ്പൂവും കണ്ടീഷണറും നിങ്ങൾ യൂസ് ചെയ്യണം. എന്നാലും നമുക്ക് ഇത്തിരി നാളും കൂടി ആ ഒരു ഹെയർ കളറിന് ലൈഫ് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ മുടി കൊഴിഞ്ഞു പോകാൻ ചോദിച്ചിട്ടുണ്ട്. മുടി അങ്ങനെ കൊഴിഞ്ഞൊന്നും പോവില്ല. നമ്മൾ ചിലപ്പോൾ റൂട്ട് തൊട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുടി ഹെയർ ഫോളിന് സാധ്യതയുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരാനൊക്കെ സാധ്യതയുണ്ട് റൂട്ട് മുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചാൻസസ് ഉള്ളൂ കേട്ടോ. പിന്നെ മുടിയുടെ ഒരു ലെങ്ത് വിട്ടിട്ട് ഇവിടെ നിന്നൊക്കെ ചെയ്തു തുടങ്ങുവാണെങ്കിൽ, മിഡ് ലെങ്ത്തിൽ നിന്നൊക്കെ ചെയ്തു തുടങ്ങുവാണെങ്കിൽ നല്ലതാണ്, പ്രശ്നമൊന്നുമില്ല. നമ്മൾ മുടി കട്ട് ചെയ്യുന്നതനുസരിച്ച് മുടി ഇവിടെ നിന്ന് വളർന്നുകൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മൾ താഴെ കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതങ്ങ് പൊയ്ക്കോളും. പിന്നെ മുടി അങ്ങനെ കൊഴിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും മുടിയാണ് നമ്മൾ കെയർ ചെയ്യണം, മുടിയും സ്കിന്നും നന്നായിട്ട് കെയർ ചെയ്യണം. പുറത്തുനിന്ന് മാത്രമുള്ള കെയർ മാത്രം പോരാ, നല്ല ഫുഡും കഴിക്കണം. ഇപ്പോൾ നല്ല സോയ ഉള്ളത്, മിൽക്ക്, പാല് കുടിക്കുക ധാരാളം, അങ്ങനത്തെ മുളപ്പിച്ച പയർ, പ്രോട്ടീൻ കണ്ടന്റുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. അപ്പൊ നന്നായിട്ട് മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ നിർത്താനൊക്കെ ആയിട്ട് പറ്റും. അപ്പൊ ഇത്രയും ഒരു 55 ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് വന്നിരിക്കുന്നത്. എല്ലാം ഒന്നിനൊന്നും മികച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ വന്നത്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു പോസ്റ്റ് ഇടുമ്പോൾ തന്നെ നിങ്ങൾ ഇത്രയേറെ റിയാക്ട് ചെയ്തതിനോടുള്ള ആ സ്നേഹമാണ് കാണിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനി വേണമെങ്കിൽ നിങ്ങൾ സജഷൻസ് പറയാ, നമുക്ക് ഇതുപോലത്തെ ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാണ്ടിരിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.